പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങൾ. പിലാത്തോസ് വീണ്ടും പ്രത്യോറയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പിലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലല്ലോ. നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പിലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സ്നേഹമുള്ളവരെ, കത്തോലിക്ക തിരുസഭ ഇന്ന് കർത്താവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഫീസ്റ്റ് ഓർ സോളമനിറ്റി ഓഫ് ദി ക്രൈസ്റ്റ് ദ കിങ്. ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നു. അതിന് ഉതകുന്ന ഭാഗമാണ് നാം സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ച് കേട്ടത്. പുരാതന കാലം മുതലേ ക്രിസ്തുവിനെ രാജാവായിട്ട് അംഗീകരിച്ചിരുന്നു. സഭയിൽ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ, മതനിന്ദ, സെക്യുലറിസം, ദൈവനിഷേധം, നിരീശ്വരവാദം എന്നിവയൊക്കെ ഉയർന്നു വന്ന് ദൈവത്തിൽ നിന്നും സഭയിൽ നിന്നും ക്രിസ്തു വിശ്വാസത്തിൽ നിന്നും ജനം ഇങ്ങനെ അകന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എല്ലാത്തിലും വിശ്വസിക്കാം, ഈശോയിൽ തന്നെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കത്തോലിക്ക യേശു ഏക രക്ഷകനൊന്നുമല്ല. അങ്ങനെയായാലും എങ്ങനെയായാലും കുഴപ്പമില്ല, എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ചിന്താഗതി യൂറോപ്പ് രാജ്യങ്ങളിൽ ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചു വന്ന കാലഘട്ടത്തിൽ അനുഗ്രഹീതനായ 11-ാം പിയൂസ് പാപ്പ കണ്ടെത്തിയ ഒരു ഉപാധിയാണ് ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ സഭയിൽ ഔദ്യോഗികമായി ആഘോഷിക്കണമെന്ന് തീരുമാനിക്കുക എന്നുള്ളത്. 1921 11-ാം പിയൂസ് പാപ്പ അങ്ങനെ ഈ കാലഘട്ടത്തിനനുസൃതമായ ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. ആദ്യ നാളുകളിൽ ഇത് ഒക്ടോബർ മാസമാണ് ആചരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് 1969 പോൾ 6-ാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ നവംബർ മാസം അവസാനത്തെ ഞായറാഴ്ച, അല്ലെങ്കിൽ ലിറ്റർജിക്കൽ കലണ്ടറിൽ സാധാരണ സംവത്സരത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കണമെന്ന് നിഷ്കർഷിച്ചു. ഒരു ആരാധനാക്രമം ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ, മംഗളവർത്ത കാലത്തോടു കൂടിയിട്ടാണ്. ഈ ആരാധനാക്രമം അവസാനിക്കുന്നത് സീറോ മലബാർ റീത്തിലാണെന്നുണ്ടെങ്കിൽ പള്ളിക്കൂദാശ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ തിരുനാൾ വരുന്നത്. ലത്തീൻ റീത്തിലാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ഞായറാഴ്ച, സാധാരണ ക്രമത്തിൽ അവസാനത്തെ ഞായറാഴ്ച. ഇനി പിറ്റത്തെ ആഴ്ച രാജത്വ തിരുനാൾ കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച നമ്മൾ മംഗളാവർത്തക്കാലം അത് ആരംഭിക്കണം. ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ ആരംഭിക്കുകയാണ് ചെയ്യുക. ഈ തിരുനാളിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഇന്നേ ദിവസം നല്ലതായിരിക്കും. സ്നേഹമുള്ളവരെ, ഈ തിരുനാളിൻ്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഈസ് സുപ്രീം. ക്രിസ്തുവാണ് ഏറ്റവും ഉന്നതനായ വ്യക്തി. ക്രിസ്തുവിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. ഇതാണ് അസന്നിഗ്ധമായിട്ട് തിരുനാൾ പ്രഖ്യാപിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനം അർഹിക്കുന്ന വ്യക്തി, ഏറ്റവും സുപ്രധാനമായ വ്യക്തി, അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൻ്റെ അധിപൻ, അത് കർത്താവാണ്. പണ്ടൊക്കെ ഭവനങ്ങളിൽ യേശു ഈ വീടിൻ്റെ രക്ഷകൻ, കർത്താവ് ഈ വാഹനത്തിൻ്റെ നായകൻ എന്നൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു, വാഹനങ്ങളിലും ഭവനങ്ങളിലുമൊക്കെ. ഇന്ന് പല വീടുകളിലുമില്ല. ധ്യാന കേന്ദ്രങ്ങളിൽ ഞങ്ങൾ സ്റ്റിക്കറുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു, യേശു ഈ വീടിൻ്റെ രക്ഷകൻ.
ഒരുപക്ഷെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ തന്നെ ഏറ്റുപറയണം, യേശു എൻ്റെ രക്ഷകൻ, എൻ്റെ നായകൻ, യേശുവിനെ രാജാവായിട്ട്, യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ അധികാരിയായിട്ട്, അധിപനായിട്ട് ഞാൻ സ്വയമേവ പ്രഖ്യാപിക്കുന്ന ഒരു ദിനമായിരിക്കണം ക്രൈസ്റ്റ് ദ കിങ് എന്ന ഈ തിരുനാൾ ദിവസം, ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ. ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ ഈ പബ്ലിക് തെരുവീതികളിലൊക്കെ ടാബ്ലൊക്കെ ആയിട്ട് നടന്ന് ആഘോഷിച്ചിരുന്നൊരു തിരുനാളാണത്. ഇന്ന് നമ്മൾ മാത്രമല്ല, ഇതര സമൂഹങ്ങൾ, ലൂതറൻ സഭ, പെന്തക്കോസ്ത് സഭകൾ, കുറച്ച് സഭകളൊക്കെ ഈ തിരുനാൾ, ക്രിസ്തുവിൻ്റെ രാജത്വ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തിരുനാൾ ലത്തീൻ റീത്തിൽ വളരെ വളരെ മനോഹരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ തിരുവനന്തപുരം ഈ മേഖലയിലൊക്കെ ക്രൈസ്റ്റ് കിങ്ങിൻ്റെ ഫീസ്റ്റ് എത്രയോ മനോഹരമായിട്ട് ആഘോഷിക്കണം. അവർ ഏറ്റുപറയാണ് ഈശോ ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് എന്നുള്ളത്. വളരെ അർത്ഥവത്തായ തിരുനാൾ ദിവസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഈ തിരുനാൾ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതാണെന്ന് നമുക്ക് വിശ്വസിക്കാം. തിരുവചനത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ നമ്മളിന്ന് വായിച്ചു കേട്ട തിരുവചന ഭാഗം, പിലാത്തോസിന്റെ മുൻപിൽ വിചാരണയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന യേശുവിനോട് പിലാത്തോസ് ചോദിക്കുകയാണ്, നീ യഹൂദന്മാരുടെ രാജാവാണോ? ഈശോവിന് മറുപടി പറയുന്ന പ്രകാരമാണ്, നീ ഇത് സ്വമേധയെ ചോദിക്കുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നോട് അറിഞ്ഞതിനെ വിളിച്ച് നീ ചോദിക്കുന്നതോ? പിലാത്തോസ് പറഞ്ഞു, ഞാനൊരു യഹൂദനല്ലല്ലോ, ഞാനൊരു യഹൂദൻ അല്ല. അപ്പൊ ഈശോ പറയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല, അതായത് ഈ ലോകത്തുള്ള രാജ്യം അല്ലെങ്കിൽ ഇവിടെ അവസാനിക്കേണ്ട ഒരു രാജ്യമല്ല എൻ്റേത്. നിനക്ക് അറിയാത്തൊരു രാജ്യം എനിക്കുണ്ട്. എൻ്റെ രാജ്യം ഈ ലോകത്തിൽ അവസാനിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഭടന്മാരിപ്പോൾ വന്ന് എനിക്ക് വേണ്ടി ആക്രമിക്കുമായിരുന്നു, എന്നെ രക്ഷിക്കാനായിട്ട് അവർ നിനക്കെതിരെ ആക്രമണം അയച്ചു വിടുമായിരുന്നു. അപ്പോഴാണ് പിലാത്തോസ് ചോദിക്കുന്നത്, അപ്പോൾ നീ രാജാവാണ് അല്ലേ? സ്നേഹമുള്ളവരെ, ആ ചോദ്യം ഈശോ നിരാകരിക്കുന്നില്ല. ഈശോ പറയുന്ന മറുപടി പ്രകാരമാണ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ, അപ്പോൾ നീ രാജാവാണ് അല്ലേ എന്ന് പിലാത്തോസ് ചോദിച്ചപ്പോൾ യേശു മറുപടി പറഞ്ഞത് പ്രകാരമാണ്, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നത്. ഒരർത്ഥത്തിൽ ഈശോ തന്നെ പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, യെസ്, ഐ ആം എ കിങ്, ഐ കെയിം ഫോർ ദിസ് പേർപ്പസ്. ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വന്നത്, ഞാൻ രാജാവ് തന്നെയാണ്. തീർച്ചയായിട്ടും ഈശോ അത് പ്രഖ്യാപിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ നിരാകരിക്കുന്നില്ല, യേശു തന്നെയാണ് രാജാവ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫരീസയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണെന്ന്? ദാവീദിന്റെ എന്നവർ പറഞ്ഞു. അവൻ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ദാവീദ് ആത്മാവിനാൽ പ്രചോദിതനായി അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? അവൻ പറയുന്നു, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാകുക. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? സ്നേഹമുള്ളവരെ, ഈ ഒരു ഉദ്ധരണിയിലൂടെ ഈശോ പറയുന്നത്, തീർച്ചയായിട്ടും ദാവീദിന്റെ ശ്രേണിയിൽ നിന്നാണ്, രക്തശ്രേണിയിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നത് എന്നുണ്ടെങ്കിലും, ആ പരമ്പരയിൽ നിന്നാണ് ക്രിസ്തു ജനിക്കുന്നുണ്ടെങ്കിലും, ദാവീദ് കർത്താവിനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ, ദൈവത്തിനെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ എങ്ങനെയാണ് ക്രിസ്തു ദാവീദിന്റെ വംശത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നത്? ഈശോ പറയുകയാണ്, ദാവീദിനേക്കാൾ മുൻപ് ഞാനുണ്ട്, അവൻ വിളിച്ച കർത്താവ് ഞാൻ തന്നെയാണ് എന്ന് ഫരീസയരോട് ഈശോ പ്രഖ്യാപിക്കുകയാണ്. അതായത് ജീസസ് ഈസ് ദ കിങ് ഓഫ് കിങ്സ്. യഹൂദരുടെ പാരമ്പര്യത്തിലെ ഏറ്റവും വലിയ രാജാവ് ദാവീദായിരുന്നു. അവനേക്കാൾ മുകളിൽ നിൽക്കുന്ന രാജാവ് യേശു തന്നെയാണെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, വചനം ഇപ്രകാരം പറയുകയാണ്, ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനുമായവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്, ആൽഫയും ഒമേഗയുമാണ്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യമാണത്. അതായത് അനാദി മുതലുള്ളവൻ ഞാനാണ്, ആയിരിക്കുന്നവൻ, വരാനിരിക്കുന്നവൻ, അതായത് പണ്ടുണ്ടായിരുന്നവൻ, ഇപ്പോൾ ആയിരിക്കുന്നവൻ, ഇനി വരാനിരിക്കുന്നവൻ, സർവശക്തനായവൻ ഞാൻ തന്നെയാണ് എന്ന് യോഹന്നാന്റെ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുകയാണ്. വീണ്ടും വചനം ആവർത്തിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ വചനം പറയുന്നു, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു.
അവിടുന്ന് ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിച്ച് അവിടുന്ന് വീണ്ടും വരുമ്പോൾ അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീര് അവിടുന്ന് തുടച്ചു മാറ്റും. അവൻ ആൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദിയാണ്, അന്തമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം സ്നേഹമുള്ളവരെ? കർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഫിസിക്കലി നമുക്കിടയിൽ നിന്ന് പരിശുദ്ധ കുർബാന ജീവിക്കുന്ന വ്യക്തി, കുർബാന എന്ന് പറയുന്നത് ഈശോയുടെ സത്വമാണല്ലോ, ആ കുർബാന ജീവിക്കുന്ന ഈശോ അവൻ ആദിയും അന്ത്യവുമാണ്. അവനാണ് യുഗാന്തം വരെ എപ്പോഴും രാജാവായി എല്ലാത്തിൻ്റെയും കൺട്രോൾ ഏറ്റെടുത്ത് രാജാവായി കഴിയുന്നവൻ ക്രിസ്തു തന്നെയാണ്. ഇനി മറ്റൊരു ആശയം എന്ന് പറയുന്നത് ജനിച്ചപ്പോഴും ഈശോ ഭൂമിയിൽ മരിച്ചപ്പോഴും രാജാവ് തന്നെയാണ്. ജ്ഞാനികൾ ഈശോയെ അന്വേഷിച്ച് ആദ്യം എങ്ങോട്ടേക്ക് പോകുന്നേ? ഹെറോദോസിന്റെ കൊട്ടാരത്തിലേക്ക്. എന്തുകൊണ്ടാണ്? രക്ഷകൻ പിറക്കുന്നത് ഹെറോദോസിന്റെ കൊട്ടാരത്തിലാണ്, ഹെറോദോസ് രാജവംശത്തിലാണ് എന്ന് ജ്ഞാനികൾ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ അർത്ഥം ജ്ഞാനികൾ തിരിച്ചറിഞ്ഞു ജനിച്ചത് രാജാവാണ്, പക്ഷെ അവൻ ജനിച്ച സ്ഥലമേ മാറിയിട്ടുള്ളൂ. പിന്നീടാണ് അവർ ബത്ലഹേമിലേക്ക്, അപ്പത്തിന്റെ കൂടാരത്തിലേക്ക്, നസ്രത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പൊ രാജാവ് അവൻ ജനനത്തിൽ തന്നെ രാജാവാണ്, ജനിച്ച സ്ഥലം മാറിപ്പോയെന്നേ ഉള്ളൂ. പിന്നീട് അവൻ മരിക്കുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും. പിലാത്തോസ് എഴുതി വെക്കുകയാണ്, കുരിശിന് മുകളിൽ ഇങ്ങനൊരു ഫലകം എഴുതി വെക്കുന്നു 3 ഭാഷകളിൽ, ഇവൻ യഹൂദരുടെ രാജാവാണ് എന്ന് ലത്തീൻ, ഹെബ്രായ, ഗ്രീക്ക് ഭാഷകളിൽ എഴുതി വെച്ചു. ഇവൻ യഹൂദരുടെ രാജാവാണ്. അപ്പോൾ യഹൂദർ വന്ന് പിലാത്തോസിനോട് പറഞ്ഞു, ഇവൻ യഹൂദരുടെ രാജാവാണെന്ന് പറഞ്ഞു, സ്വമേധയാ പറഞ്ഞു എന്ന് എഴുതപ്പെടണം. അപ്പോൾ പിലാത്തോസ് പറഞ്ഞു, ഇല്ല, ഞാൻ എഴുതിയത് തന്നെ. സ്നേഹമുള്ളവരെ, ആ കാലഘട്ടങ്ങളിൽ ലോകത്തിൽ പ്രചാരം നേടിയ 3 ഭാഷകളായിരുന്നു ലത്തീനും ഹീബ്രു ഭാഷയും ഗ്രീക്ക് ഭാഷയും. അത് ലോകത്തിൻ്റെ ഭാഷകളായിരുന്നു. ഈ 3 ഭാഷകളിൽ അന്നാൾ വരെ ഒരുപാട് പേര് കുരിശിലേറ്റപ്പെട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈശോ ആദ്യത്തെ വ്യക്തിയൊന്നുമല്ല. റോമാ പടയാളികൾ പലരെയും കഴിവിലേറ്റിയിട്ടുണ്ട്. ആ ഈശോയുടെ കുരിശിൽ മാത്രമാണ് അങ്ങനെ ഒരു ഫലകം എഴുതപ്പെട്ടിരുന്നത്, ഒരു ശീർഷകം എഴുതപ്പെട്ടിരിക്കുന്നത്. എന്നതാണ്? ഇവൻ യഹൂദരുടെ രാജാവാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈശോ മരിച്ചപ്പോഴും രാജാവായി തന്നെ മരിക്കുന്നു. അവൻ്റെ കുരിശിന് മുകളിൽ ഒരു ഫലകം, ഇന്നും നമ്മുടെ കുരിശിന് മുകളിൽ നമ്മൾ എഴുതി വെക്കാറുണ്ടല്ലോ, INRI എന്ന് എഴുതി വെക്കാറുണ്ടല്ലോ. ഇവൻ യഹൂദരുടെ രാജാവാണ്. നസറായനായ യേശു യഹൂദരുടെ രാജാവാണ്. യഹൂദരുടെ മാത്രമല്ല, ഇന്ന് ഈ കാലഘട്ടത്തിൽ അവനിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവൻ അവരുടെ രാജാവാണ് എന്ന് ജനിച്ചപ്പോഴും മരിച്ചപ്പോഴും രാജാവായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട വ്യക്തി. ഒരാളുടെ കുരിശിലും രേഖപ്പെടുത്താത്ത രാജാവ് എന്ന് രേഖപ്പെടുത്തിയ കുരിശാണ് നാം വണങ്ങുന്ന കർത്താവ് ഈശോ മിശിഹായുടെ ക്രൂശിത രൂപം. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പ്രഖ്യാപിക്കുകയാണ്, യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അതായത് യുഗങ്ങളുടെ രാജാവ്, കാലഘട്ടത്തിനപ്പുറത്തുള്ളവൻ, അനശ്വരൻ, അദൃശ്യനായവൻ, ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിന്റെ രാജ്യത്വം തന്നെയാണ് പൗലോസ് ശ്ലീഹ വിളിച്ചോതുന്നത്. ഇനി നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. നമ്മൾ എന്താ പ്രഖ്യാപിക്കുന്നത്? ഈശോയെ രാജാവായി തന്നെയാണ് നമ്മൾ കുർബാനയിൽ പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും നീതിയും അധികാരവും സർവ്വമഹത്വവും എന്നും അങ്ങയുടേതാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ എന്താ ഏറ്റുപറയുന്നത്? എവ്രിതിങ് ഈസ് ജീസസ്, എവ്രിതിങ് ഈസ് ഫോർ ജീസസ്, എവ്രിതിങ് ഈസ് ബൈ ജീസസ്. ഇതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ തിരുനാളിൻ്റെ ഈ ചൈതന്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ക്രൈസ്റ്റ് ദ കിങ്, ക്രിസ്തുവിൻ്റെ രാജ്യത്തെ തിരുനാളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് നെഞ്ചേറ്റാവുന്ന 1-2 പാഠങ്ങൾ കൂടെ പറഞ്ഞ് ഈ ചിന്തകളോട് അവസാനിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ പാഠത്തിൻ്റെ ഈ തിരുനാളിൻ്റെ ചിന്തകൾ പങ്കുവച്ച് തുടങ്ങിയപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞ പാഠമാണ് ക്രൈസ്റ്റ് ഈസ് സുപ്രീം. ഇത് മനസ്സിൽ കോറിയിടാം. ക്രൈസ്റ്റ് ഈസ് സുപ്രീം. ക്രിസ്തുവാണ് എൻ്റെ സർവസ്വവും, ക്രിസ്തുവാണ് എൻ്റെ എല്ലാം, ക്രിസ്തുവാണ് എനിക്ക് ഉള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും അധികാരി. ഈശോ നൽകാത്തതായിട്ടുള്ള, ക്രിസ്തു നൽകാത്തതായിട്ടുള്ള ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. ഞാനിന്ന് ആസ്വദിക്കുന്ന എൻ്റെ കഴിവുകൾ, ഞാനിന്ന് ആയിരിക്കുന്ന എൻ്റെ ഭവനം, എൻ്റെ സമ്പത്ത്, എൻ്റെ ഭൗതിക നേട്ടങ്ങൾ, എൻ്റെ ആരോഗ്യം, ഇതിനെല്ലാത്തിനും കാരണം കർത്താവാണ്. കർത്താവാണ് എൻ്റെ രക്ഷകൻ.
നമുക്കറിയാമല്ലോ, മരിച്ചു കഴിയുമ്പോൾ ജീവന്റെയും മരണത്തിന്റെയും നാഥൻ എന്ന് നമ്മൾ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കാറുണ്ട്, നമ്മൾ പ്രാർത്ഥനയിൽ വിശേഷിപ്പിക്കാറുണ്ട്. ജീവന്റെയും മരണത്തിന്റെയും നാഥനായ ക്രിസ്തു നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. അപ്പൊ ക്രൈസ്റ്റ് ഈസ് സുപ്രീം. ക്രിസ്തുവിനേക്കാൾ വലുത് മറ്റൊന്നും ഇല്ല. ഈശോയേക്കാൾ വലുത് മറ്റൊന്നും ഇല്ല. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥന ഈശോ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിനൊരു സുപ്രീമസി കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ? ദൈവത്തിനൊരു സുപ്രീമസി കൊടുക്കുന്നുണ്ട്. ആ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ആദ്യം തന്നെ പിതാവേ, സ്വർഗസ്ഥനായ പിതാവ്, നിനക്ക് മുകളിലൊരു ദൈവമുണ്ട്, അത് നീയല്ല എല്ലാം. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ വശം അതാണ്. സ്വർഗത്തിലൊരു പിതാവുണ്ട്. ഈ ഭൂമിയിൽ നിൽക്കുന്ന നീ തിരിച്ചറിയണം, ഈ ഭൂമിയിൽ നീ ഒരുപക്ഷെ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയണം, നിനക്ക് മുകളിൽ നിന്നെ നിയന്ത്രിക്കുന്ന, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, സർവ്വജീവചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ. അത് തിരിച്ചറിയുക. അങ്ങയുടെ രാജ്യം വരണം. ദൈവത്തിന്റെ രാജ്യമാണ് ഭൂമിയിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ ഇടപെടലുകളിൽ വരാൻ വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിന്റെ ഹിതം നിറവേറാൻ വേണ്ടി അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, ഗോഡ് ഈസ് സുപ്രീം എന്ന് പഠിപ്പിക്കുകയാണ്. ശരിയല്ലേ? ഗോഡ് ഈസ് സുപ്രീം. ദൈവമാണ് എല്ലാം, എല്ലാത്തിൻ്റെയും അധികാരി ദൈവമാണെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടല്ലേ പഴയ നിയമത്തില് പ്രമാണങ്ങൾ നൽകിയപ്പോൾ ഒന്നാമത്തെ പ്രമാണം എന്നതാ, സ്നേഹമുള്ളവരെ, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ലോർഡ് ഈസ് സുപ്രീം. ദൈവമാണ് എല്ലാത്തിൻ്റെയും അധികാരി. ഒരുപക്ഷെ ദൈവത്തിനുള്ള ഈ അംഗീകാരം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള മതിപ്പ് കുറയുന്നതാണ് പാപം എന്ന് പറയുന്നത് തന്നെ. ദൈവത്തെ രാജാവായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ പ്രാർത്ഥിക്കാനായിട്ടൊരു വ്യക്തിക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? മുട്ടുകുത്തണം. ഒരാൾ ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ കൂപ്പണം. കരങ്ങൾ കൂപ്പുന്നവൻ അംഗീകരിക്കുന്നു ആരെ? ദൈവത്തെ അംഗീകരിക്കുന്നു. അല്ലാത്തവൻ അഹങ്കാരിയാണ്, അവൻ അവനിൽ തന്നെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ അഹങ്കാരത്തിന് മുമ്പിൽ ദൈവത്തിന്റെ ഒരു കഴിവ് ഉയർന്നു നിൽക്കുന്ന തിരുനാളാണ് ഇത്. ഞാൻ ഒന്നുമല്ല എന്ന് പ്രഖ്യാപിക്കണം. എനിക്ക് കർത്താവ് ഉണ്ടെങ്കിലേ എനിക്ക് എന്നെല്ലാം ഉള്ളൂ. ദൈവമാണ് എല്ലാത്തിനെയും അധികാരി. ഞാൻ എന്തായിരിക്കുന്നുവോ, അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറയണം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ്. ദൈവത്തിന്റെ കൃപ എന്നിലില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും നേടാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. ക്രൈസ്റ്റ് ഈസ് സുപ്രീം, ഗോഡ് ഈസ് സുപ്രീം. രണ്ടാമത്തെ ആശയം, സ്നേഹമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നെഞ്ചിലേറ്റേണ്ട ഒരു കാര്യമാണ്, ക്രിസ്തുവിന് വേണ്ടി നിലപാടെടുക്കണം. ഇഫ് ക്രൈസ്റ്റ് ഈസ് സുപ്രീം, ഐ ഷുഡ് ഹാവ് എ സ്റ്റാൻഡ് ഫോർ ഹിം. ഈശോയാണ് പരമപ്രധാനനായ വ്യക്തി എന്നുണ്ടെങ്കിൽ, ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ സുപ്രീം എന്നുണ്ടെങ്കിൽ, ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഞാൻ. ചുമ്മാ മാമോദീസ വെള്ളം ശിരസിൽ വീണ ഒരു വ്യക്തി, ഒരു കത്തോലിക്കനാകരുത് ഞാൻ. ഒരു കത്തോലിക്കനാണ് എന്നുണ്ടെങ്കിൽ കത്തോലിക്ക വിശ്വാസം പ്രകടിപ്പിക്കണമെന്നേ. കത്തോലിക്ക വിശ്വാസം പ്രകടിപ്പിച്ച വിശ്വാസിയെ പോലെ ഞാൻ ജീവിക്കണം. പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നരുത്. ദേവാലയത്തിൽ പോകുന്നതിനും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനും കൂദാശകൾ സ്വീകരിക്കുന്നതിനും മടുപ്പ് തോന്നരുത്. എന്തുകൊണ്ടാണ്? ഈശോയാണ് എൻ്റെ രക്ഷകൻ, ഈശോയാണ് എൻ്റെ നായകൻ, ഈശോയാണ് എൻ്റെ സർവസ്വം ഏറ്റുപറയുവാനായിട്ട് എനിക്ക് സാധിക്കണം. അതാണ് രണ്ടാമത്തെ ആശയം എന്ന്. ക്രിസ്തുവിന് വേണ്ടി നിലപാടുകൾ എടുക്കണം. വിദേശ രാജ്യങ്ങളിലും സ്വദേശത്തുമൊക്കെ ഒരുപാട് പേരെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ദേവാലയം നോക്കി വീട് വാങ്ങിക്കുന്നവർ. എന്താണ്? എനിക്ക് ദേവാലയത്തിനടുത്ത് എൻ്റെ ഒരു ഭവനം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്നും പള്ളിയിൽ പോകാനായിട്ട് ഒരു അവസരം കിട്ടും. സ്നേഹമുള്ളവർ, നമ്മൾ വീടൊക്കെ വെക്കുമ്പോൾ, നമ്മളൊരു പുതിയ വീടൊക്കെ വാങ്ങിക്കുമ്പോൾ, വിദേശ രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ പലരും വീട് വാങ്ങിക്കുന്നവരുണ്ട്, നാട്ടിൽ വീട് വെക്കുന്നവരൊക്കെ ഉണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ദേവാലയത്തിൽ പോയി ആരാധനയിൽ പങ്കെടുക്കുവാൻ, കുർബാനയിൽ പങ്കെടുക്കുവാൻ, കൂദാശ സ്വീകരിക്കുവാനായിട്ട് അടുപ്പമുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞു വാങ്ങിക്കണമെന്നേ. നമ്മൾ ജോലിയൊക്കെ നമ്മൾ ക്രമീകരിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ, പരമാവധി ഞായറാഴ്ച കുർബാനയ്ക്ക് മുടക്കം വരുത്താത്ത രീതിയിൽ ജോലി ലഭിക്കാൻ വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കാറുണ്ട്? ഈ ഞായറാഴ്ച പോലും ജോലിക്ക് നമ്മൾ പോകുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈശോയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ അത് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഞായറാഴ്ച ദൈവത്തിനുള്ളതാണ്, കടപ്പെട്ട ദിവസമാണെന്ന് കരുതി ആ ദൈവത്തിനുള്ള ഒരു പരമാധികാരം പ്രഖ്യാപിച്ച് ദേവാലയത്തിൽ പോകുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും ഒക്കെ നമുക്ക് സമയം കണ്ടെത്തേണ്ടതിൻ്റെ അനിവാര്യത ഈശോ നമ്മെ ഇന്ന ദിവസം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് ദൈവമാണ് എൻ്റെ സർവസ്വം എന്നുണ്ടെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്കും ജപമാലയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കേണ്ടേ. ഇനി മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് തുല്യതയുള്ള രാജ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. തുല്യതയുള്ള രാജ്യമാണ്.
ആ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആദ്യം പ്രവേശിക്കുന്നത് നല്ല കള്ളനാണ്. കർത്താവ് കുരിശിൽ കിടക്കുമ്പോൾ വലതുവശത്ത് കിടന്ന ആ പാപി കള്ളൻ ചോദിക്കുന്നുണ്ടല്ലോ, നീ ഇന്ന് പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുമോ? കർത്താവേ, നീ നിന്റെ രാജ്യത്തിലേക്ക് പോകും, എന്നെ കൂടെ കൊണ്ടുപോകുമോ? ഈശോ അവന് കൊടുക്കുന്ന വാഗ്ദാനം എന്താ? നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിൽ ആയിരിക്കും. എത്ര മനോഹരമാണത്. ജീസസ് ഈസ് ഫോർ ഓൾ. ഇഫ് യു ആർ കൺവേർട്ടഡ്, ഹി ഈസ് ഓൾസോ ഫോർ യു. നമ്മൾ അനുദപിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി കൂടെ ഇന്ന് നമ്മുടെയും കൂടെ രാജാവാണ് ഈശോ. അതല്ല, യഹൂദർക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈശോയെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അവൻ പാവപ്പെട്ടവരുടെ കൂടെ, പാപികളുടെ കൂടെ, വിധവകളുടെ കൂടെ, കുഷ്ഠരോഗികളുടെ കൂടെ, മുടന്തരുടെ കൂടെ, അല്ലെങ്കിൽ സമൂഹം അവഗണിക്കപ്പെട്ടവരുടെ കൂടെയൊക്കെ ക്രിസ്തുവിനെ നടക്കുന്നവർക്ക് ദഹിച്ചില്ല. ഒരുപക്ഷെ സഭ ഇന്ന് ഏറ്റവും കൂടുതൽ കല്ലേറി കാലഘട്ടത്തിൽ ഏൽക്കുവാനുള്ള കാരണം എന്താണ്? സഭ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിച്ചു. ചർച്ച് ഈസ് എ മിഷണറി ചർച്ച്. ഭാരതത്തിൽ വന്ന് അനാചാരങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ സഭ പ്രവർത്തിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു, ആതുരാലയങ്ങൾ കൊണ്ടുവന്നു. മനുഷ്യന്റെ ഒരു ഭൗതികമായ ഉന്നമനത്തിനാണ്, ആത്മീയമായി പ്രാർത്ഥനയുടെ ഉണർവിന് വേണ്ടി മാത്രമല്ല. ഈ വിശ്വാസം സ്വീകരിക്കുന്ന വ്യക്തി അവൻ നല്ല മനുഷ്യനാകുവാനായിട്ട് അവൻ ഈ ക്രിസ്ത്യാനികൾ, മിഷണറിമാര് അവരെ പ്രബോധിപ്പിച്ചു, അതിനുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെയൊക്കെ വന്നതോടു കൂടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് എതിർപ്പുകൾ കൂടുതലായി വന്നത്. അത് എത്രമാത്രം നമ്മൾ ചെയ്ത നന്മ പ്രവർത്തികൾ തമസ്കരിക്കാൻ പരിശ്രമിച്ചാലും നമ്മിലൂടെ സ്വീകരിക്കപ്പെട്ട ഈ നന്മ ഒരിക്കലും അസ്തമിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, മനുഷ്യന്റെ ആകെയുള്ള ഒരു ഉണർവിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു. അങ്ങനെയാണ് നമ്മുടെ രാജാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്തുവിന്റെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ഇനി നാലാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, സ്നേഹമുള്ളവരെ, നമുക്ക് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയണം, യേശു ഏക രക്ഷകൻ. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനം. വചനം പറയുന്നത് പ്രകാരമാണല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പൗലോസും സീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ദൈവം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ചങ്ങലകളൊക്കെ ഇങ്ങനെ പൊട്ടുന്ന രീതിയിൽ ഉണ്ടായി എന്ന് പറയുന്നു. അവർ അവിടുന്ന് കാവൽക്കാരൻ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഭീകരമായ സ്വരം കേൾക്കുമ്പോൾ, അതിൻ്റെ തടവറയുടെ വാതിലൊക്കെ തുറക്കപ്പെടുന്ന സ്വരം കേട്ടുമ്പോൾ പേടിച്ച് വിറച്ച് കാവൽക്കാരൻ ചോദിക്കുകയാണ്, ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞ ഒറ്റമൂലിയാണ്. കാരാഗൃഹക്കാരനോട് പറഞ്ഞ, കാവൽക്കാരനോട് പറഞ്ഞ ഒറ്റമൂലിയാണ്. എന്താണ് ഒറ്റമൂലി? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്നേഹമുള്ളവരെ, ഇന്ന് ക്രൈസ്റ്റ് ദ കിങ്ങിൻ്റെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട, പാലിക്കേണ്ട ഒരു കാര്യമാണ്, ഒരുപക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം എത്രമാത്രമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ വിശ്വാസത്തിന് ഇന്നും ആഴത്തിലുള്ള വേരോട്ടമുണ്ടോ? ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. വിചിന്തനം ചെയ്യാനൊക്കെ സാധിക്കണം. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിന് ഉലച്ചിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയെ അത് ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാനായിട്ട് കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള, അതിനുവേണ്ടി പ്രയത്നിക്കണം. എല്ലാവർക്കും ക്രൈസ്റ്റ് ദ കിങ്ങിൻ്റെ, മഹോന്നത രാജാവായ ക്രിസ്തുവിൻ്റെ, രാജാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. ആദ്യമേ നേർന്നില്ല, ഈ ചിന്തയുടെ അവസാനത്തിൽ നേരുകയാണ്. നമുക്ക് അഭിമാനത്തോട് പ്രഖ്യാപിക്കാം, യെസ്, ജീസസ് ഈസ് മൈ സേവിയർ, യെസ്, ജീസസ് ഈസ് മൈ കിങ്. അതെ, കർത്താവിൻ്റെ രക്ഷകനും എൻ്റെ രാജാവുമാണെന്ന് സ്നേഹത്തോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിയണം. നമ്മുടെ ഭവനങ്ങളിലൊക്കെ എഴുതി വെക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അങ്ങനെ ഒരു കുറിപ്പ് എപ്പോഴും കൊണ്ടു നടക്കാം. ഈ ആവർത്തി നമുക്ക് ഏറ്റു പറയാം, യെസ്, ജീസസ് ഈസ് മൈ കിങ്, ഐ വർഷിപ്പ് യു, ഐ അഡോർ യു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. ഒന്ന് കരങ്ങൾ കൂപ്പി മിഴികളടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇന്ന് രാജത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അങ്ങേ ഞങ്ങളുടെ രാജാവും ഏക രക്ഷകനുമായി ഏറ്റുപറയുന്നു. ആദിയും അന്തവുമായവനെ, യുഗങ്ങൾക്ക് മുൻപും എക്കാലവും ഉള്ളവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നെ ഏറ്റുപറയാൻ ലഭിക്കുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. നീ ഏക രക്ഷകനാണെന്നും രാജാവാണെന്നും ഏറ്റുപറയുന്ന ഞങ്ങളെ ഈ ദിവസം നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ രാജ്യത്തിൽ ഞങ്ങളെയും അങ്ങ് കൊണ്ടുവരുവാനുള്ള കൃപ, അതിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്കും നൽകണമേ. കർത്താവെ, ഈ നിമിഷം ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ,
മാതാപിതാക്കന്മാരെ, മക്കളെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പുകളെ, വിദൂരത്തുള്ളവരെ, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ കഴിയാത്തവരെ, ആതുരാലയങ്ങളുള്ളവരെ, രോഗികളെ, അശരണരെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങാണല്ലോ എല്ലാവരുടെയും രാജാവ്. അങ്ങയുടെ മക്കളായ ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, ലാസലേറ്റിൽ പ്രത്യക്ഷപ്പെട്ട അമ്മേ, സകല മാലാഖമാരെ, വിശുദ്ധരെ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജയ് ക്രൈസ്റ്റ്.